Hello Cinephiles! ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാൻ ഓഫ് സ്റ്റീലിന്റെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താ കണ്ടെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എന്റെ എക്സ്പ്ലനേഷൻ 10ൽ എത്ര ആണെന്ന് റേറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന സജഷൻസ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതുമാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇനി വരാൻ പോകുന്ന വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താ കണ്ടെന്ന് വെച്ചാൽ USA അലാസ്ക എന്ന സ്റ്റേറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡെബിസ്യു എന്ന കപ്പലിലെ ജോലിക്കാരനായിരുന്നു ക്ലാർക്ക് കെന്റ്. ആ സമയത്ത് ബെറിംഗ് സീൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഷിപ്പിന് ഒരു ഡിസ്ട്രസ് മെസ്സേജ് വന്നു. അപ്പോഴാണ് അവർക്ക് അപായ സന്ദേശം അഥവാ മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ അറിയിക്കാനായിട്ട് വരുന്നൊരു മെസ്സേജ് വന്നത്. കാര്യം എന്തെന്നറിയാൻ ക്ലാർക്കന്റും അവിടെ ചെന്ന് നിന്നു. പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവര് പോകുന്ന റൂട്ടിന്റെ അടുത്തായിട്ട് ഒരു ഓയിൽ റിഗ്, അതായത് കടലിൽ നിന്ന് എണ്ണയും വാതകവും ഒക്കെ കുടിച്ചെടുക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ഇപ്പൊ തീ പിടിച്ച അപകടത്തിലാണ്. അവർക്ക് വന്ന സന്ദേശത്തിൽ അതിൽ ഒരുപാട് ജോലിക്കാരുണ്ടെന്നും അവർ മരിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണെന്നും അവരെ രക്ഷിക്കാനായിട്ട് വന്ന US കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവരെ അറിയിച്ചു. ആ ഓയിൽ റിഗിലുള്ള ജോലിക്കാരുടെ ജീവനം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ക്ലാർക്ക് കെന്റ് തന്റെ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ വെച്ചാണ് നമ്മൾ ക്ലാർക്ക് കെന്റിന്റെ 100ൽ 1% സൂപ്പർ പവേഴ്സ് എങ്കിലും കാണുന്നത്. അങ്ങനെ ക്ലാർക്ക് കെന്റിന്റെ സഹായത്തോടുകൂടി ആ US കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവിടെയുള്ള ജോലിക്കാരെല്ലാം ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ക്ലാർക്ക് കെന്റ് ആ ജോലിക്കാരെ മുഴുവൻ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറ്റി. പക്ഷെ അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ ഓയിൽ റിഗിന്റെ വലിയൊരു ഭാഗം ആ തീപിടുത്തത്തിൽ നേരെ ഹെലിപാഡിന്റെ നേരെ വീഴാൻ പോവാണ്, അതായത് ആ ഹെലികോപ്റ്ററിന്റെ മേലെ. അങ്ങനെ സംഭവിച്ചാൽ ആ US കോസ്റ്റ് ഗാർഡിലെ ആൾക്കാരുടെയും അവൻ അത്രയും കഷ്ടപ്പെട്ട് രക്ഷിച്ച ഓയിൽ റിഗിലെ വർക്കേഴ്സിന്റെ ജീവനും അപകടത്തിലാകും. അതുകൊണ്ട് അത് തടയാനായിട്ട് അവൻ സാധാരണ മനുഷ്യർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു കാര്യം ചെയ്തു. അവൻ ഒറ്റയ്ക്ക് ആ വലിയ ഇരുമ്പ് ഭാഗം ആ ഹെലികോപ്റ്റർ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെയെങ്കിലും താങ്ങി നിർത്തി. ആ ഹെലികോപ്റ്റർ അവിടുന്ന് പോയതും ആ ഓയിൽ റിഗ് മുഴുവനായി തകർന്ന് കടലിലേക്ക് താഴ്ന്നു. ആ ഓയിൽ റിഗിനോടൊപ്പം ക്ലാർക്ക് കെന്റിന്റെ ശരീരവും കടലിലെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. ആ ആഴത്തിൽ ബോധമില്ലാതെ കിടക്കുമ്പോഴാണ് അവന്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകൾ മനസ്സിലോട്ട് വന്നത്. അവൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്റെ കൂട്ടുകാരെയും ടീച്ചറെയും തന്റെ എക്സ്റേ വിഷൻ കൊണ്ട് കണ്ട് പേടിച്ചതും ആ ക്ലാസ് റൂമിലെയും അതുകൂടാതെ ദൂരെയുള്ള ഒരുപാട് ശബ്ദങ്ങളും അവന്റെ ചെവിയിലേക്ക് ഒരേ സമയം ഇരച്ചു കയറിയതും അതുപോലെ ഒരു വല്ലാത്ത ഓർമ്മയായിരുന്നു അവന്റെ മനസ്സിലൂടെ കടന്നുപോയത്. അതിന്റെ ഒരു ടെൻഷനിൽ കുട്ടിയായിരുന്ന ക്ലാർക്ക് കെന്റ് ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയതും മറ്റൊരു മുറിയിൽ ഒളിച്ചിരുന്നതും പിന്നീട് തന്റെ അമ്മയായ മാർത്ത അവനെ വന്ന് ആശ്വസിപ്പിക്കുന്നതും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ ഒരു ഓർമ്മ അവന്റെ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ തന്നെ ക്ലാർക്കിന്റെയും തിരിച്ചു ബോധം കിട്ടി. ക്ലാർക്കിന്റെ സൂപ്പർ പവേഴ്സിൽ സൂപ്പർ സ്പീഡും ഉള്ളതുകൊണ്ട് അവൻ സുഖമായിട്ട് നീന്തി കാനഡയിലെത്തി. അവിടെ വെച്ച് അവൻ വീണ്ടും ഒരു സ്കൂൾ ബസ് കണ്ടു. അപ്പൊ അവന്റെ മനസ്സിൽ വേറെ അനുഭവത്തിന്റെ ഓർമ്മയും കൂടെ വന്നു. ഒരു ടീനേജ് പ്രായമുള്ള ക്ലാർക്ക് കെന്റ് ഒരു വൈകുന്നേരം തന്റെ സ്കൂൾ ബസ്സിൽ തിരിച്ചു പോകുന്ന സമയത്ത് തന്റെ കൂടെ പഠിച്ചിരുന്ന പീറ്റ് എന്നൊരു ചെറുക്കൻ അനാവശ്യമായി അവനെ കളിയാക്കാൻ തുടങ്ങി. ക്ലാർക്കിന്റെ തന്നെ കൂടെ പഠിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടിയായ ലാന ലാങ് ക്ലാർക്കിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും പീറ്റ് അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അവനെ കളിയാക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അവരുടെ ബസിന്റെ ടയർ പഞ്ചർ ആവുന്നതും മുന്നിൽ നിന്നൊരു കാർ അതിവേഗത്തിൽ വരുന്നതും. ആ കാറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബസ് ഡ്രൈവർ പെട്ടെന്ന് വെട്ടിച്ചത് മൂലം അവർ പോയിക്കൊണ്ടിരുന്ന പാൽ ഇടിച്ച് ആ ബസ് നേരെ വെള്ളത്തിലേക്ക് മറിഞ്ഞു. പക്ഷെ ക്ലാർക്ക് തന്റെ സൂപ്പർ പവേഴ്സ് അവിടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ആ ബസ്സിനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി കരയിലേക്ക് എത്തിച്ചു. കൂടാതെ തന്നെ അത്ര നേരം ശല്യപ്പെടുത്തിയ പീറ്റിനെ അവർ രക്ഷിച്ചു. ആ സംഭവത്തിന് ശേഷം ക്ലാർക്ക് നാട്ടിലൊരു ചർച്ചാ വിഷയമായി. പീറ്റും തന്റെ അമ്മയും കൂടെ ക്ലാർക്കിന്റെ വീട്ടിലേക്ക് ക്ലാർക്കിന്റെ അച്ഛനെ അമ്മയും കാണാനായി എത്തി. അവിടെ വെച്ച് പീറ്റിന്റെ അമ്മ ക്ലാർക്കിനെ പറ്റി ക്ലാർക്കിന്റെ അച്ഛനായ ജൊനാഥനോട് ശരിക്ക് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ചോദിച്ച പല കാര്യത്തിലും ജൊനാഥൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിന് അതിന്റേതായ പല കാരണങ്ങളുണ്ടാവാം. ശേഷം നമ്മൾ കാണുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ക്ലാർക്കിനോട് സംസാരിക്കാനായി പോകുന്ന ജൊനാഥനെയാണ്. ഇവിടം വരെയാണ് നമ്മൾ പാർട്ട് 2ൽ കണ്ടത്. ക്ലാർക്കിന് ഈ സൂപ്പർ പവേഴ്സ് ഒക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, സത്യത്തിൽ ക്ലാർക്ക് ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ട് 3ൽ അറിയാം, അതായത് ഈ പാർട്ടിൽ. അതുകൊണ്ട് സമയം കളയാൻ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം. ആൻഡ് യു ആർ വാച്ചിങ് ദ ബ്രേക്ക് ഡൗൺ ലാബ്. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ക്ലാർക്കിനെ കാണാൻ വേണ്ടി വരുന്ന ജൊനാഥനെയാണ്. തന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് ക്ലാർക്കും ശ്രദ്ധിച്ചു. ക്ലാർക്ക് പറയാൻ തുടങ്ങി, എനിക്ക് അവരെ ഒന്ന് സഹായിക്കണമെന്നേ ഉള്ളായിരുന്നു. എനിക്കറിയാം ക്ലാർക്ക് നീ എന്തിനാ ചെയ്തതെന്ന്, പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി മുൻപ് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ക്ലാർക്ക്, നമ്മൾ എത്ര വട്ടം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. നീ നിന്റെ ഈ ശക്തികളൊക്കെ ഒളിപ്പിക്കണം. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ക്ലാർക്കിന് ഒരുപാട് ദേഷ്യമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, അവരൊക്കെ മരിച്ചോട്ടെ എന്ന് വിചാരിക്കണോ? പക്ഷെ അതിന് ജൊനാഥന്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു. ക്ലാർക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവനേക്കാൾ വലുതൊന്നും ഇപ്പൊ അപകടത്തിലാണ്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാന്ന് ഈ ലോകം അറിഞ്ഞാൽ
അതെല്ലാത്തിനെയും മാറ്റിമറിക്കും ക്ലാർക്ക്. ഒരു മനുഷ്യൻ എങ്ങനെയായി തീരണമെന്നുള്ള നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും അത് മാറ്റിമറിക്കും. പീറ്റിന്റെ അമ്മ തന്നെ എങ്ങനെ പെരുമാറിയെന്ന് നീ കണ്ടല്ലോ. അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അതെന്താ അങ്ങനെ? ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ പറ്റിയൊക്കെ അവർ പേടിക്കും ക്ലാർക്ക്. പീറ്റിന്റെ അമ്മ പറഞ്ഞത് ശരിയാണോ? ദൈവമാണോ എന്നോട് ഇങ്ങനെ ചെയ്തത്? പക്ഷെ അതിന് മാത്രം ജൊനാഥൻ ഒന്നും പറഞ്ഞില്ല. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ജൊനാഥൻ തന്റെ ഫാമിലെ സ്റ്റോം സെല്ലർ തുറക്കുന്നതാണ്. സ്റ്റോം സെല്ലർ എന്നാൽ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലുള്ള വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന ഒരു അറയാണ്. ജൊനാഥന്റെ കൂടെ ക്ലാർക്കും അതിന്റെ അടിയിലേക്ക് പോയായിരുന്നു. ക്ലാർക്ക് അവിടെ എത്തിയപ്പോ വലിയ എന്തോ ഒരു സാധനം തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത് കണ്ടു. ക്ലാർക്ക് ആ വലിയ തുണി വലിച്ചു മാറ്റി. പക്ഷെ ആ തുണിക്കടിയിൽ എന്തായിരുന്നു മറച്ചിട്ടിരിക്കുന്നതെന്ന് കണ്ടപ്പോ നമ്മളെല്ലാരും ഞെട്ടും. ഞങ്ങൾ ഇതിൽ നിന്നായിരുന്നു ക്ലാർക്ക് നിന്നെ കണ്ടെത്തിയത്. ഇത് കാരണം ഗവൺമെന്റിന്റെ കണ്ണ് ഞങ്ങളുടെ മേൽ വരുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ആരും വന്നില്ല. ക്ലാർക്ക് ആ ഷിപ്പ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം അവൻ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. ജൊനാഥൻ ഒരു പഴയ പെട്ടിയിൽ നിന്നൊരു ബോക്സ് എടുത്തു. എന്നിട്ട് ക്ലാർക്ക് നോക്കി നിൽക്കെ തന്നെ അതിൽ നിന്നൊരു സാധനം എടുത്തു. ഇത് നീ കിടന്ന തൊട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാ. കാൻസസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദഗ്ധനെ ഞങ്ങളിത് കാണിച്ചായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇത് പീരിയോഡിക് ടേബിളിൽ പോലും ഇല്ലാത്തൊരു ലോഹം കൊണ്ടാണ് നിർമ്മിച്ചതെന്ന്. ക്ലാർക്ക് അതിനർത്ഥം ഇത് ഭൂമിയിൽ നിന്നുള്ളതല്ല. നീയും അതെ, അതാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതിന്റെ തെളിവാണ് മോനെ നീ. പക്ഷെ ക്ലാർക്കിന് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എനിക്ക് ഇങ്ങനെയൊന്നും ആവണ്ട. നീ അങ്ങനെ പറയുന്നതിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല ക്ലാർക്ക്. ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് ഒരു വലിയ ഭാരമാണെന്നും എനിക്കറിയാം. പക്ഷെ നീ മനസ്സിലാക്കണം ക്ലാർക്ക്, നീ ഒരു സാധാരണക്കാരനല്ല. നിന്നെ ഇങ്ങോട്ട് വിട്ടതിന് എന്തോ കാരണമുണ്ടെന്നാണ് ക്ലാർക്ക് ഞാൻ എന്നും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിനക്ക് സംഭവിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം പിന്നീട് നിനക്കൊരു അനുഗ്രഹമായിട്ട് തോന്നും. അന്ന് നീ വലിയൊരു തീരുമാനം എടുക്കണം ക്ലാർക്ക്. മനുഷ്യരാശിയുടെ മുന്നിൽ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കണോ വേണ്ടോ എന്നുള്ളത് അത് നീ തീരുമാനിക്കണം. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ക്ലാർക്കിന് തന്റെ വിഷമം സഹിക്കാനായില്ല. അപ്പൊ എനിക്കിനി നിങ്ങളുടെ മകനായിട്ട് അഭിനയിച്ചു പോകാൻ പറ്റില്ലേ? ഇതിന് മറുപടിയായിട്ട് ജൊനാഥൻ പറഞ്ഞു, നീ എന്നും എന്റെ മകൻ തന്നെ ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാർക്കിനെ ജൊനാഥൻ ചേർത്ത് പിടിച്ചു. പക്ഷെ ക്ലാർക്ക്, നിനക്ക് മറ്റൊരിടത്ത് മറ്റൊരു പിതാവുണ്ട്. അദ്ദേഹം നിനക്ക് മറ്റൊരു പേരായിരിക്കാം ഇട്ടത്. അദ്ദേഹം നിന്നെ ഇങ്ങോട്ട് അയച്ചതിനൊരു വ്യക്തമായ കാരണം ഉണ്ടായിരിക്കാം ക്ലാർക്ക്. ഇനിയുള്ള നിന്റെ ജീവിതകാലം മുഴുവൻ എടുത്തിട്ടായാലും നീ അതെന്താണെന്ന് കണ്ടെത്തണം ക്ലാർക്ക്. തന്റെ പിതാവ് നൽകിയ ആ സാധനത്തിലേക്ക് ക്ലാർക്ക് നോക്കി. ഈ ഒരു സാധനം നമ്മൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. തന്റെ മകനായ കാൽ എല്ലിനെ നശിക്കുന്ന ക്രിപ്റ്റോണിൽ നിന്ന് രക്ഷിക്കാൻ നേരത്ത് ജോറൽ അവന്റെ തൊട്ടിലിൽ ഘടിപ്പിച്ച അതേ കോമ്പൗണ്ട് കീ, അതേപോലെ തന്നെ തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന ഷിപ്പ്, തന്റെ മകനെ ക്രിപ്റ്റോണിൽ നിന്ന് രക്ഷിക്കാനായി ലാറ ലോഞ്ച് ചെയ്ത അതേ ഷിപ്പ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി കാണും. അതെ, നമ്മുടെ ക്ലാർക്ക് കെന്റ് ലാറയുടെയും ജോറലിന്റെയും പുത്രനായ കാൽ എല്ലായിരുന്നു. സീൻ ചേഞ്ച് ആവുന്നു. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ക്ലാർക്കിന്റെ ഒരു ഓർമ്മകളായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് പീറ്റർബിൽ 379 എന്നൊരു ലോഗിംഗ് ട്രക്ക്. അതായത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തടി പോലുള്ള വലിയ ഭാരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ട്രക്ക്. ഈ ട്രക്ക് ഇപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കനേഡിയൻ ആർട്ടിക് റീജിയനിലുള്ള ഒരു പബ്ബിലാണ്. ഈ ട്രക്കിന്റെ ഡ്രൈവറിന്റെ പേരാണ് ലുട്ട്ലോ. ആൾ ഇത്തിരി പെശകാണ്. ആ പബ്ബ് നല്ലൊരു അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു പെണ്ണ് അവിടെ നിന്ന് നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് അതാ നമ്മുടെ ക്ലാർക്കും ആ പബ്ബിലുണ്ടായിരുന്നു. ക്ലാർക്ക് അവിടെ ജോലിക്ക് നിൽക്കുവാണ് കേട്ടോ, വെയിറ്റർ ആയിട്ട്. വേറൊന്നും വിചാരിക്കല്ലേ. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ടതാണ് ക്ലാർക്ക് ആ ഓയിൽ റിഗിലുള്ളവരെയൊക്കെ സഹായിക്കുന്നത്. പക്ഷെ അപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്ലാർക്കിന്റെ ഫേസ് ഒക്കെ ആ വർക്കേഴ്സ് കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ ഡെബ്ബിസിയു എന്ന കപ്പലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവരൊക്കെ ഗ്രീൻ ഹോൺ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ക്ലാർക്കിന്റെ ആ ഒരു ഓയിൽ റിഗ് എക്സ്പ്ലോഷൻ വന്നപ്പോ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പൊ അവരെന്തായാലും ക്ലാർക്കിനെ പറ്റി അന്വേഷിക്കാതിരിക്കില്ല. പിന്നെ ക്ലാർക്ക് അധികം ആ ഷിപ്പിലുള്ളവരോടൊന്നും മിണ്ടാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ക്ലാർക്കിനെ എല്ലാവരും അങ്ങ് മറക്കും. ആ റിഗ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അങ്ങോട്ട് നീന്തി ചെന്ന് അവിടെ ഉള്ളവരെയൊക്കെ രക്ഷിച്ച് ഷോ കാണിക്കാവുന്ന കരുതി വെള്ളത്തിൽ ചാടി മരിച്ചു പോയതാന്ന് അവരങ്ങ് വിചാരിച്ചുള്ളൂ. പക്ഷെ അപ്പോഴും അവിടെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഓയിൽ റിഗിലെ വർക്കേഴ്സ് എല്ലാം ഇപ്പോഴും ജീവനോടുണ്ട്. അവർ ക്ലാർക്കിന്റെ ഫേസ് നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഗവൺമെന്റോ പോലീസോ അല്ലെങ്കിൽ ആ കോസ്റ്റ് ഗാർഡിന്റെ തന്നെ കമ്മ്യൂണിറ്റിയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവരെന്തായാലും പറയും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ള കാര്യം. ആ ഹെലികോപ്റ്ററിലുള്ളവർ പോലും ക്ലാർക്കിനെ കണ്ടിട്ടുണ്ട്. അതായത് അവരും ദൃക്സാക്ഷികളാണ്. ഒരാളാണ് പോലീസുകാരോട് ഇങ്ങനെ പറയുന്നെങ്കിൽ ആ പറഞ്ഞ ആൾക്ക് എന്തായാലും ഹാലൂസിനേഷൻ തോന്നിയാന്ന് അവർ വിചാരിക്കും. പക്ഷെ ഇവിടെ പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയൊക്കെ ക്ലാർക്ക് തന്റെ ഐഡന്റിറ്റി ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ ശേഷം പാർട്ട് 1 നമ്മൾ കണ്ടതാണ്
ക്ലാർക്ക് നോർത്തേൺ കാനഡയിലോട്ട് എത്തിയായിരുന്നു. ആ സമയം ക്ലാർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷിപ്പ് ബെറിംഗ് സീ എന്നൊരു സീയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ബെറിംഗ് സീ എന്ന് പറയുന്നത് റഷ്യയുടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കടലാണ്. അതുകൂടാതെ ബെറിംഗ് സീയും അറ്റ്ലാന്റിക് കാനഡയും തമ്മിൽ തന്നെ 5000 മുതൽ 7000 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. ക്ലാർക്കിന് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. ഇതാണ് നമുക്ക് ഇപ്പൊ വരെ നടന്ന കഥ കാണുമ്പോൾ ക്ലാർക്കിന്റെ വേഗത ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും വിശ്വസിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു കഥ. ഇനി ഞാൻ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്തിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ അത് ഉറപ്പായിട്ടും പിൻ ചെയ്യും. അതുകൊണ്ട് ക്ലാർക്ക് തന്റെ ഈ സൂപ്പർ പവേഴ്സും ഐഡന്റിറ്റിയും റിവീൽ ആവുമെന്ന് പേടിച്ചിട്ടാണ് പല സമയങ്ങളിൽ പല സ്ഥലത്ത് പല പേരുകളിൽ ജോലി ചെയ്യുന്നത്. എന്തായാലും ക്ലാർക്ക് തന്റെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലാർക്കിന്റെ തൊട്ടടുത്തിരിക്കുന്ന പെണ്ണിനെ ക്ലാർക്ക് ചിരിച്ചു കാണിക്കുന്നുണ്ട്. ക്ലാർക്കിന്റെ ആ ലുക്കും ഫിസിക്കും വെച്ച് ക്ലാർക്കിന് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കാൻ മാത്രമല്ല പറ്റുന്നത്, ക്ലാർക്കിന് എന്തും ചെയ്യാം, എന്തും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ക്ലാർക്കിന് തന്റെ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്തായാലും ക്ലാർക്ക് ചിരിക്കുന്നത് കണ്ടിട്ട് അവളും തിരിച്ച് ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ചിരിച്ചു കഴിഞ്ഞിട്ട് അവൾ അങ്ങ് പോയി. അത് പിന്നെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ക്ലാർക്ക് വീണ്ടും വിഷമത്തിലായി. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. 2 മിലിറ്ററി ഒഫീഷ്യൽസ് അവിടെ ഇരുന്ന് ശരിക്കും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പ്രാക്ടീസ് ഇല്ലേ? എവിടുന്ന്? അവര് പ്ലാൻ മാറ്റി പോലും. ആരോ എൽസ്മയറിൽ ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ച്. എയർകോം അവിടെയൊക്കെ ഒരാഴ്ച കാണും. അവിടെയൊക്കെ എന്തിരുന്നിട്ടാ? ഇവർക്കൊന്നും വേറെ പണിയില്ലേ? അത് തന്നെ, ഇതൊക്കെ മെനക്കെട്ട പരിപാടിയാ. ഒന്നാമത് അമേരിക്കക്കാരെ കൊണ്ട് അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല. തലവേദന വരാൻ അതിൽ കൂടുതൽ ഇനി എന്തോ വേണം. പിന്നെ അസാധാരണമായ ഏതാണ്ടൊക്കെയാ അവിടെ ഉള്ളതെന്നാ കേട്ടത്. എന്താണോ എന്തോ. ഇവരെന്താ ഈ പറയുന്നതെന്ന് ആദ്യം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അവർ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലതൊക്കെ മനസ്സിലാവും. സിമ്പിളായി പറഞ്ഞാൽ നോർത്തേൺ കാനഡയിലെ ആർട്ടിക് ഐസിൽ ഇവരെന്തോ ഒരു പ്രത്യേക സാധനം കണ്ടെത്തിയിട്ടുണ്ട്, ഈ മിലിറ്ററി. അതിനെപ്പറ്റിയാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാധനത്തെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് അവിടെ എല്ലാവരും തമ്പടിച്ചിരിക്കുകയാണ്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനൊക്കെ എന്തിനാ വെറുതെ ടൈം കളയുന്നത് എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. മേ ബി ഇവർക്ക് എന്തെങ്കിലും മറ്റു പ്ലാൻസ് കാണും. അതൊക്കെ മുടക്കിക്കൊണ്ടായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മുന്നിൽ വന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു സംഭാഷണം ഈ മൂവിയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സീനാണ്. അപ്പോഴാണ് ക്ലാർക്കിന് അടുത്ത പണി വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ലുട്ലോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ക്ലാർക്കിനെ നേരത്തെ നോക്കി ചിരിച്ച പെണ്ണിനോട് വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്ലാർക്ക് അതൊന്നും വെച്ച് ഉറപ്പിച്ചില്ല. ക്ലാർക്ക് ലുട്ലോയുടെ തോളിൽ കയറി കൈവച്ചു. ഏയ്, അവളെ വിട്ടേക്ക്. ഇത് കേട്ടിട്ട് ലുട്ലോയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഒരു അടി ഉണ്ടാക്കാനായിട്ട് ലുട്ലോ പെട്ടെന്ന് എണ്ണീറ്റു. ആ പബിന്റെ ഓണറായ വീവർ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? ഇല്ലെങ്കിൽ എനിക്ക് സാറിനോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയേണ്ടി വരും. ഞാൻ എപ്പോ പോണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ പറഞ്ഞിട്ട് ലുട്ലോ ക്ലാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്തു. അങ്ങനെ ലുട്ലോ തന്റെ കയ്യിലിരുന്ന ഡ്രിങ്ക് എല്ലാം എടുത്ത് ക്ലാർക്കിന്റെ തലയിലോട്ട് ഒഴിച്ചു. ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന മിലിറ്ററി ഓഫീഷ്യൽസിനും ചിരി വരുന്നുണ്ട്. അങ്ങനെ ചെയ്തത് ക്ലാർക്കിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവന് ശരിക്ക് ദേഷ്യം വന്നു. ഓ, എന്നെ ഇപ്പൊ ഇടിച്ചങ്ങ് ഇടുവല്ലോ. അങ്ങനെ പറഞ്ഞ ലുട്ലോ ക്ലാർക്കിനെ പിടിച്ചൊരു ഒറ്റ തള്ളു തള്ളി. പക്ഷെ ക്ലാർക്ക് കരിങ്കല്ല് പോലൊരു അടി അനങ്ങാതെ അവിടെ നിന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ക്ലാർക്ക് അവന്റെ ദേഹത്ത് കൈ വെക്കുന്നതിന് മുന്നേ ക്രിസ്റ്റി വന്ന് തടഞ്ഞു. വേണ്ട ക്ലാർക്ക്, വെറുതെ ഒരു അടി ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ക്ലാർക്ക് ലുട്ലോയെ വെറുതെ വിട്ടു. ക്ലാർക്ക് തന്റെ 1% ശക്തിയെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ ലുട്ലോയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്തായാലും ക്ലാർക്ക് അപ്പൊ തന്നെ അവിടുത്തെ വെയിറ്ററിന്റെ ജോലി അങ്ങ് കളഞ്ഞു. പക്ഷെ ലുട്ലോയുടെ അഹങ്കാരം അപ്പോഴും മാറിയില്ല. നീ നിന്റെ ടിപ്പും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങ് പൊക്കോ. ലുട്ലോ അവന്റെ കയ്യിലിരുന്നൊരു ക്യാൻ എടുത്ത് ക്ലാർക്കിന്റെ തലക്കിട്ടെറിഞ്ഞു. ക്ലാർക്ക് ആണെങ്കിൽ കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. എന്തായാലും ക്ലാർക്ക് അവിടുന്ന് അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ അങ്ങ് ഇറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലുട്ലോ അവിടുന്ന് നല്ല ചില്ലായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമായിരുന്നു. അവൻ പതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവന്റെ ട്രക്കിലേക്ക് കയറാൻ പോയി. പക്ഷെ അവന്റെ ട്രക്കിന്റെ അവസ്ഥ കണ്ട് അവൻ തന്നെ ഞെട്ടിപ്പോയി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങനെ ലുട്ലോടുള്ള ദേഷ്യമല്ല അവന്റെ ട്രക്കിനോട് തീർത്തിട്ട് ക്ലാർക്ക് ഇങ്ങനെ നടന്നു പോവായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ക്ലാർക്ക് വേറൊരു ട്രക്കിനോട് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടുന്നില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് 1000 കിലോമീറ്റർ വരെ ഓടിയെത്താൻ പറ്റുന്ന ക്ലാർക്കിന് ഒരു ലിഫ്റ്റ് ചോദിക്കേണ്ട ഗതികേട് വരുന്നു. എന്തായാലേ സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു ആർട്ടിക് റീജിയൻ ആണ്. നമ്മൾ നേരത്തെ കാസഡീസ് പബ്ബിൽ വെച്ച് 2 സോൾജേഴ്സ് സംസാരിക്കുന്നതുണ്ടല്ലോ, അവര് പറഞ്ഞ അതേ സ്ഥലമാണിത്. ഇവിടെ വെച്ചാണ് നമ്മൾ ലൂയിസ് ലെയിനെ കാണുന്നത്. ഈ ലൂയിസ് ലെയിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമയിലും ഇനി വരാനിരിക്കുന്ന എല്ലാ സിനിമകളിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൂയിസ് മെട്രോപോളിസ് എന്നൊരു സിറ്റിയിലെ പ്രമുഖ ന്യൂസ് പേപ്പറായ ദി ഡെയിലി പ്ലാനറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ലൂയിസ് ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ലൂയിസ് ഒരു സാധാരണ ജേർണലിസ്റ്റ് അല്ല, നല്ലൊരു പ്രൊഫഷണലും ലോയലും ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്.
ആണ്. സത്യങ്ങൾ എവിടെ ഒളിഞ്ഞിരുന്നാലും ലൂയിസ് അതൊക്കെ തേടി കണ്ടുപിടിക്കും. അതേപോലെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാവാനും ഇവിടുത്തെ സത്യങ്ങളും കള്ളങ്ങളും ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് ലൂയിസ് ഇങ്ങോട്ട് വന്നത്. ലൂയിസ് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കൈ പിടിച്ച് സഹായിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്ലാർക്ക് തന്നെയാണ്. ക്ലാർക്ക് ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പലർക്കും ഒരു ഡൗട്ട് കാണും. നമ്മൾ കേട്ടതാണ് എന്താണ് ആ മിലിറ്ററി സോൾജേഴ്സ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന്. അത് ക്ലാർക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സയന്റിസ്റ്റുകളും കമ്പ്യൂട്ടറുകളും ജേർണലിസ്റ്റും ഒക്കെ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ക്ലാർക്കിന് എന്താണ് ജോലി എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. അത് നമുക്ക് സിനിമ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഹേയ്, ഹലോ മിസ് ലൈൻ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ആ, കൊള്ളായിരുന്നു. എന്റെ പേര് ജെറ്റ് യൂംബാക്സ്, ആർട്ടിക് കാർഗോയിൽ വർക്ക് ചെയ്യുന്നു. ഓ, അത് ശരി. ഇനി ഈ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്? അത് ഈ കയറ്റും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഓ, ഓക്കെ ഓക്കെ. ആ ശരി മിസ് ലൈൻ, ബാഗൊക്കെ നമ്മുടെ ജോ എടുത്തോളും. ജോ, ആ ബാഗൊക്കെ ഒന്ന് എടുക്ക്. ആ പിന്നെ ആ ബാഗിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്, സൂക്ഷിച്ചെടുക്കണം. അതെ ഗൈസ്, നമ്മുടെ ക്ലാർക്ക് ഇവിടെ ജോ എന്ന മറ്റൊരു പേരിൽ ജോലിക്ക് വന്നേക്കുവാണ്. ടൺ കണക്കിന് ഭാരം സുഖമായിട്ട് പോക്കാൻ പറ്റുന്ന ക്ലാർക്കിനോടാണ് ലൂയിസ് ഈ പറയുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ മിസ്റ്റർ ലെയിൻ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഡെയിലി പ്ലാന്റ് ഞാൻ അങ്ങനെ വായിക്കാറൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഡിവിഷനിലായിരുന്നപ്പോൾ എഴുതിയ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വളരെ നന്നായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് പറയാനാ, എനിക്കിടയ്ക്ക് എഴുതാൻ നല്ല ത്വര വരുമ്പം ഞാൻ നന്നായിട്ട് എഴുതും. അങ്ങനെ ആ സോൾജേഴ്സ് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റേഷനിലേക്ക് അവരെത്തി. ഹലോ മിസ് ലൈൻ, ഞാൻ ഹാർഡി, US നോർത്ത് കമാൻഡിന്റെ കേണലാണ്. ഇത് ഡാർപ്പയിൽ നിന്ന് ഡോക്ടർ എമിൽ ഹാമിൽട്ടൺ. നിങ്ങൾ നേരത്തെ ആണല്ലോ, ഞങ്ങൾ വിചാരിച്ച് നാളെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഇത് കാനഡ ആയതുകൊണ്ടും പിന്നെ നിങ്ങൾ എന്നെ വരുത്താതിരിക്കാനുള്ള അപേക്ഷ കോടതി തള്ളിക്കളഞ്ഞതുകൊണ്ടുമാണ്. പിന്നെ എനിക്ക് നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ കുടുംബത്തിന്റെ വിശേഷമൊന്നും അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കുഴിച്ചെടുത്ത സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കുക. അങ്ങനെ നമ്മുടെ കേണൽ കൊടുത്ത ചെറിയ ഡോസിന് ലൂയിസ് അതിന്റെ ഇരട്ടി അങ്ങ് കൊടുത്തു. ലൂയിസിന്റെ സംസാരം കേട്ടിട്ട് കേണൽ ഹാർഡിൻ ചമ്മി നാറി നിൽക്കുവാണ്. ഡോക്ടർ എമിലിന് നന്നായിട്ട് ചിരി വരുന്നുണ്ട്. സീൻ ചേഞ്ച് ആവുന്നു. നാസയുടെ ഇഒ സാറ്റലൈറ്റ്സിലാണ് ഇത് ആദ്യം കണ്ടെത്തിയത്. ദാണ്ട് ഇക്കാണുന്ന ഐഷലുകളൊക്കെ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാണ്ട് ഈ ഭാഗത്തായിട്ട് എന്തോ ഉണ്ട്. അതിപ്പോ ഒരു സബ്മറൈൻ ആയിക്കൂടെ, സോവിയറ്റ് കാലത്തുള്ള പോലെ എന്തെങ്കിലും? ഇതൊന്നുമല്ല മിസ് ലൈൻ, ഇതിന് ഏകദേശം 300 മീറ്ററോളം വലുപ്പമുണ്ട്. അന്നത്തെ കാലത്ത് ഇതുപോലത്തെ സാധനമൊന്നും കണ്ടുപിടിച്ചായിട്ട് ഒരു അറിവുമില്ല. അതുകൂടാതെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയണോ? ഈ ഒരു ഐറ്റത്തെ ചുറ്റിയിരിക്കുന്ന കുറെ മഞ്ഞുകളൊക്കെ ഉണ്ടല്ലോ. ഈ മഞ്ഞുപാളികൾക്കൊക്കെ ഏകദേശം 20,000 വർഷം പഴക്കമുണ്ട്. ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ ലൂയിസിന് ഇതിനോടുള്ള താല്പര്യം വാനോളം കൂടി. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ ലൂയിസ് പുറത്ത് നിൽക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ കേണൽ ഹാർവിൻ ലൂയിസിനെ വിളിച്ചു. ഓയ് മിസ് ലൈൻ, പുറത്തങ്ങനെ അധികം ഒന്നും നിൽക്കണ്ട. രാത്രിയിൽ -40 വരെയൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ. എങ്ങാനും തട്ടിപ്പോയ പിന്നെ ബോഡി കണ്ടെടുക്കാൻ തന്നെ കാലാവസ്ഥ മൊത്തത്തിൽ മാറണം. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ക്ലാർക്ക് ആ വഴി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മിസ് ലൈൻ, ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം. പക്ഷെ ലൂയിസിന് താമസിക്കാൻ കൊടുത്ത ആ സ്ഥലത്ത് നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. ഇവിടെ വാഷ്റൂം ഒന്നുമില്ലേ? അതൊന്നുമില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ലൂയിസ് അതൊന്നും ഒരു പ്രശ്നമായി കണ്ടില്ല. താൻ ഇവിടെ എന്തിനാണോ വന്നത് ആ ജോലി ലൂയിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രാത്രിയിൽ കേണൽ പുറത്തോട്ടൊന്നും ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ടും ധൈര്യശാലിയായി ലൂയിസ് തന്റെ ക്യാമറ എടുത്തോണ്ട് ഇറങ്ങി. അവൾ ആ സൈറ്റിന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അവൾ ആ എടുത്ത ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാൻ അവൾ ആ ഫോട്ടോ സൂം ചെയ്യുന്നു. അപ്പൊ അവളുടെ ഊഹം കറക്റ്റ് ആയി. ആ ഒരു സാധനം കണ്ടെത്തിയതായി പറയപ്പെടുന്ന ആ സൈറ്റിലേക്ക് ഒരാൾ നടന്നു നീങ്ങുന്നു. അത് കണ്ടപ്പോൾ ലൂയിസിന് പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി അടിച്ചു. ഈ കേസിൽ ഒന്നാമത് ഒരുപാട് അൺസോൾവ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് തിങ്സ് കിടപ്പുള്ളതാണ്. അതിന്റെ കൂടെ ഈ രാത്രിയിൽ ഇത്രയും ടെമ്പറേച്ചറിൽ ഒരാൾ അങ്ങോട്ട് പോകുന്നത്, ആ ഒരു കാഴ്ച ലൂയിസിനെ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല. ഇയാൾ ഇത് എങ്ങോട്ടായി പോകുന്നത്? അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് ലൂയിസ് അയാൾ പോയ ഡയറക്ഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലൂയിസ് ഒരു ടണൽ പോലത്തെ സ്ഥലത്തേക്ക് എത്തി. അവിടെ മൊത്തം ടോർച്ചിന്റെ ലൈറ്റ് അടിച്ച് ലൂയിസ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് തണുത്തുറഞ്ഞു കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്രയും വലിയൊരു വഴി വന്നെന്ന് ലൂയിസ് ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്നാണ് സീൻ ചേഞ്ച് ആയിട്ട് നമ്മളൊരു പുതിയ വെളിച്ചം കാണുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്ലാർക്ക് ആയിരുന്നു. നമ്മൾ ഇതിനു മുന്നേയും ക്ലാർക്കിനെ പല സ്ഥലങ്ങളിൽ കണ്ടായിരുന്നു. ക്ലാർക്ക് ഇങ്ങോട്ട് വന്നതും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. കാസിഡീസ് പബ്ബിൽ വെച്ച സോൾജേഴ്സ് പറഞ്ഞ കാര്യങ്ങളും ക്ലാർക്ക് ശരിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ലൂയിസ് അവളുടെ ക്യാമറയിൽ കൂടെ കണ്ടതും ക്ലാർക്കിനെ തന്നെയായിരുന്നു. ക്ലാർക്ക് ആ വലിയ ഐസ് പാളികളൊക്കെ തന്റെ ഹീറ്റ് വിഷൻ കൊണ്ട് ഉരുക്കി കളഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് അവന്റെ മുന്നിൽ വലിയൊരു സ്പേസ് ഷിപ്പ് അവൻ കണ്ടത്. ക്ലാർക്ക് മഞ്ഞുരുക്കി ഉണ്ടാക്കിയ ആ വഴിയിലൂടെ ലൂയിസ് നടന്നു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ലൂയിസ് എന്തോ ഒരു ശബ്ദം കേട്ടി പുറയിലേക്ക് നോക്കി. പക്ഷെ അവളവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പക്ഷെ അത് ക്ലാർക്ക് ആ ഷിപ്പിലേക്ക് കയറുന്നതിന്റെ ശബ്ദമായിരുന്നു. ക്ലാർക്ക് ആ ഷിപ്പിൽ വന്നെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഒരു റോബോട്ട് വരുന്നത്. ക്ലാർക്ക് അതിനെ വളരെ ആശ്ചര്യത്തോടെ നോക്കി. അതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്തോ ഒരു കീ ഇടാനായിട്ടുള്ള പോർട്ട് അതിലുണ്ടായിരുന്നു. ക്ലാർക്ക് അത് എന്താന്ന് നോക്കി നിൽക്കുമ്പോഴാണ്
പതുക്കെ അവന്റെ പിന്നിലൂടെ മറ്റൊരു റോബോട്ട് വരുന്നത്. പക്ഷെ ക്ലാർക്ക് അത് ശ്രദ്ധിച്ചില്ല. ക്ലാർക്ക് തന്റെ കഴുത്തിൽ ഒരു മാലയായിട്ട് കൊണ്ടുവരുന്ന ആ കമാൻഡ് കീ അതിലേക്ക് അവൻ ഇട്ടു. പക്ഷെ പെട്ടെന്നാണ് അവൻ തന്റെ പുറയിലുള്ള റോബോട്ടിനെ കണ്ടത്. ക്ലാർക്കിനെ പെട്ടെന്ന് അത് ആക്രമിക്കാൻ തുടങ്ങി. ക്ലാർക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കമാൻഡ് കീ മൊത്തത്തിൽ അവിടെ ഫിറ്റ് ആയില്ലായിരുന്നു. ക്ലാർക്കിന് മനസ്സിലായി ആ കമാൻഡ് കീ മൊത്തത്തിൽ അവിടെ വെച്ചില്ലെങ്കിൽ ആ റോബോട്ട് അടങ്ങില്ലെന്ന്. ക്ലാർക്ക് പെട്ടെന്ന് തന്നെ അതിനെ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ ആ റോബോട്ട് ക്ലാർക്കിനെ പിൻവലിച്ചുകൊണ്ടേയിരുന്നു. അതിന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി ക്ലാർക്ക് ആ കമാൻഡ് കീ അമർത്തി. പെട്ടെന്ന് ആ ഷിപ്പിലെ ലൈറ്റ് എല്ലാം ഓൺ ആവാൻ തുടങ്ങി. ആ റോബോട്ടും ക്ലാർക്കിനെ ഒന്നും ചെയ്യാതെ തിരികെ പോയി. അത് പോയതിന്റെ ഒരു ആശ്വാസത്തിൽ ക്ലാർക്ക് നിൽക്കുമ്പോഴാണ് അവൻ അവിടെ ഒരു രൂപം കാണുന്നത്. ക്ലാർക്ക് അത് ആരാന്ന് നോക്കാൻ ശ്രമിച്ചു. ഹലോ, ആരാ അത്? പക്ഷെ ക്ലാർക്കിന് മറുപടി ഒന്നും കിട്ടിയില്ല. പെട്ടെന്നാണ് തന്റെ ക്യാമറയായിട്ട് ലൂയിസ് അങ്ങോട്ട് വരുന്നത്. പക്ഷെ ലൂയിസ് വന്ന കാര്യമൊന്നും ക്ലാർക്ക് ശ്രദ്ധിച്ചില്ല. ക്ലാർക്ക് ആ ഷിപ്പ് മൊത്തം നടന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ അവൻ അവിടെയുള്ള പല കാര്യങ്ങളും കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ എവിടെയോ കണ്ടു മറന്നൊരു രൂപം നമ്മൾ വീണ്ടും കാണുന്നത്. ക്ലാർക്ക് ആ രൂപത്തെ ലക്ഷ്യം വെച്ച് അതിന്റെ പിന്നാലെ പോയി. പക്ഷെ അവൻ അവിടെ ആരെയും കണ്ടില്ല. ഇതേ സമയം ലൂയിസും അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് അമ്പരപ്പെട്ട് നിൽക്കുവാണ്. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് നമ്മൾ നേരത്തെ കണ്ട റോബോട്ട് വരുന്നത്. ലൂയിസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെയൊക്കെ ഒരു ഫോട്ടോ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു. അതേസമയം രൂപത്തെ പിന്തുടർന്നു പോയ ക്ലാർക്കിന് ആ സ്പേസ് ഷിപ്പിലെ പല കോണുകളിലും എത്താൻ പറ്റി. ക്ലാർക്ക് അവിടെ ഒരു പെട്ടി തുടച്ചു നോക്കിയപ്പോ അതിന്റെ അകത്ത് പണ്ടേ മരിച്ചു ഒരു ക്രിപ്റ്റോണിന്റെ മമ്മി ഇരിക്കുന്നത് കണ്ടു. ആ ഒരു കാഴ്ച ക്ലാർക്കിനെ ശരിക്കും പേടിപ്പിച്ചു. പക്ഷെ അവിടെയുള്ള ഒരു പെട്ടി മാത്രം കാലിയായിരുന്നു. ഇതേ സമയം ലൂയിസ് ആ റോബോട്ടിനെ കണ്ട് അമ്പരന്ന് നിൽക്കുമായിരുന്നു. ആദ്യം ആ റോബോട്ടിനെ കണ്ടപ്പോൾ ലൂയിസിന് കുറച്ച് പേടിയുണ്ടായെങ്കിലും ലൂയിസ് തന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുത്തു. ലൂയിസ് തന്റെ ക്യാമറ ഉപയോഗിച്ച് അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ക്യാമറയുടെ ഫോക്കസ് ആ റോബോട്ടിലേക്ക് പോയപ്പോ തന്നെ ആ റോബോട്ട് ലൂയിസിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. അവളുടെ ക്യാമറയുടെ ഫ്ലാഷ് ബീം ആ റോബോട്ടിന്റെ മേത്തേക്ക് അടിച്ചു. അപ്പൊ തന്നെ ആ റോബോട്ട് അവളെ അറ്റാക്ക് ചെയ്തു. ലൂയിസ് തെറിച്ച് ദൂരേക്ക് പോയി. അവളുടെ ക്യാമറയും പൊട്ടിപ്പോയി. ലൂയിസ് പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അത് ക്ലാർക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ലൂയിസിനെ ആക്രമിക്കാനായിട്ട് വീണ്ടും ആ റോബോട്ട് അവളുടെ അടുത്തേക്ക് വന്നു. പക്ഷെ ആ റോബോട്ട് അവളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നതിന് തൊട്ട് മുൻപേ ക്ലാർക്ക് അങ്ങോട്ട് വന്നു. ക്ലാർക്ക് ആ റോബോട്ടിനെ തടയാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അതൊക്കെ കണ്ട് ലൂയിസ് പേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ ക്ലാർക്ക് ആ റോബോട്ടിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ വേഗം തന്നെ പേടിച്ചെഴിയുന്ന ലൂയിസിനടുത്തേക്ക് ഓടിച്ചെന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഒന്നുമില്ല, പേടിക്കരുത്. ക്ലാർക്കിനെ കണ്ടപ്പോ തന്നെ ലൂയിസിന്റെ പകുതി ശ്വാസം നേരെ വീണു. ലൂയിസിന് എവിടെയാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് നോക്കാൻ ലൂയിസിന്റെ കോട്ട് പതുക്കെ ക്ലാർക്ക് അഴിച്ചു. അവളുടെ വയറിൽ വലിയൊരു മുറിവ് പറ്റിയിരുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ബ്ലീഡിംഗ് സംഭവിക്കുന്നുണ്ട്. ഇതോടനെ നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് പോകും. ഇത് കേട്ടിട്ട് ലൂയിസ് ശരിക്കും പേടിച്ചു പോയി. ഇതെങ്ങനെ എനിക്ക് നിർത്താൻ പറ്റുന്നേ? സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. എന്റെ കൈ മുറുക്കെ പിടിച്ചിരിക്കണം, ഇതല്പം വേദനിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാർക്ക് അവന്റെ ഹീറ്റ് വിഷൻ പുറത്തെടുത്തു. ആ മുറിവ് കരിക്കാനാണെങ്കിൽ കൂടി ലൂയിസ് ശരിക്ക് വേദനിച്ചു. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ആ ഒരു ക്യാമ്പാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സോൾജർ അവിടെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് ആ സ്ഥലമെല്ലാം ചെറുതായിട്ട് കുലുങ്ങാൻ തുടങ്ങി. അതുകൂടാതെ അവിടെ ഇരുന്ന കമ്പ്യൂട്ടർ സ്ക്രീനിൽ മീറ്ററിൽ പല വ്യത്യാസങ്ങളും പെട്ടെന്ന് വരാൻ തുടങ്ങി. ആ കുലുക്കങ്ങളെല്ലാം കേട്ട് ആ സോൾജർ പെട്ടെന്ന് എണ്ണീറ്റു. ആ റീഡിങ്ങിൽ വന്ന വ്യത്യാസങ്ങളൊക്കെ കണ്ട് പുള്ളി പെട്ടെന്ന് പുറത്തേക്ക് ഓടി. പുറത്തെന്തോ വലിയൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി തന്റെ ജാക്കറ്റ് എടുത്തേക്ക് വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് എത്തി. പക്ഷെ പുറത്തേക്ക് എത്തിയപ്പോൾ അയാൾ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും ഞെട്ടി. ജനറൽ ഹാർഡിയും ഡോക്ടർ എമിൽ ഹാമിൽട്ടണും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുമായിരുന്നു. എന്തോ ഒരു വലിയ സാധനം ആ മഞ്ഞുപാളികൾക്കിടയിലൂടെ മേലോട്ട് ഉയർന്നു വന്നു. അതിന്റെ മേലുണ്ടായിരുന്ന എല്ലാ മഞ്ഞുകട്ടകളും മാറ്റിക്കൊണ്ട് ആ ഒരു വലിയ സാധനം മേലോട്ട് പറന്നുയർന്നു. അതൊരു വലിയ സ്പേസ് ഷിപ്പ് ആയിരുന്നു. ജനറൽ ഹാർഡിയും ഡോക്ടർ ഹാമിൽട്ടണും ആ ക്യാമ്പിലുള്ള മറ്റെല്ലാരും നോക്കി നിൽക്കെ ആ സ്പേസ് ഷിപ്പ് അവരെ വിട്ട് പറന്നുപോയി. സീൻ പെട്ടെന്ന് ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു റെസ്ക്യൂ ഹെലികോപ്റ്റർ ആർട്ടിക് റീജിയനിൽ വലം വെക്കുന്നതാണ്. അവിടെ ഒരു വലിയ ഐസ് പാളിയുടെ മേലെ ലൂയിസ് കിടപ്പുണ്ടായിരുന്നു. ക്ലാർക്ക് അവളുടെ ശരീരത്തിലെ മുറിവ് കരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷമായിരിക്കണം ക്ലാർക്ക് അവളെ ആ ഒരു ഐസ്ബർഗിന്റെ മുകളിൽ കൊണ്ടിട്ടത്. അതിനുശേഷമാണ് ക്ലാർക്ക് ആ സ്പേസ് ഷിപ്പ് പോയ ക്യാമ്പിലുള്ളവരുടെ മുന്നിൽ കൂടെ പോയത്. ലൂയിസ് ആ ഹെലികോപ്റ്ററിനെ കൈ കാണിച്ചതോടെ ആ ഹെലികോപ്റ്ററുള്ള പൈലറ്റ് അത് അവളുടെ മുന്നിൽ നിർത്തി. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് അവർ രക്ഷപ്പെടുത്തിയ ലൂയിസ് ലെയിനെയാണ്. ലൂയിസ് ഇപ്പോൾ താൻ വർക്ക് ചെയ്യുന്ന ഡെയിലി പ്ലാന്റിലെ ബോസായ പെറി വൈറ്റിനോട് തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുവാണ്. ജനറൽ ഹാർഡിയും സയന്റിസ്റ്റ് ഹാമിൽട്ടണും സോവിയറ്റ് കാലത്ത് ഒരു സബ്മറൈൻ ആണ് കരുതിയിരുന്ന സാധനം അങ്ങനെ അല്ലായിരുന്നു. ഐസോട്ടോപ്പിക് അനലൈസേഷൻ പ്രകാരം ആ ഒരു വസ്തു 18,000 വർഷങ്ങളായി ആ മലയിൽ കിടക്കുമായിരുന്നു. എന്നെ രക്ഷിച്ച ആളെ പറ്റി പറയുകയാണെങ്കിൽ ആ സാധനം പറന്നു പോയതിനു ശേഷം അയാളെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അയാളെ പറ്റിയുള്ള ചെറിയൊരു അന്വേഷണത്തിനാൽ അയാളുടെ ജോലിയും ഐഡന്റിറ്റിയും ഒക്കെ വ്യാജമാണെന്നും കണ്ടെത്തി. എന്നെ രക്ഷിച്ച ആളെ പറ്റിയുള്ള മറ്റെല്ലാ ചരിത്രങ്ങളും അല്പം ഭയപ്പെടുത്തുന്നതാണെന്നും ഞാൻ കണ്ടെത്തി.
പക്ഷെ ഞാൻ കണ്ടതെല്ലാം സത്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പിന്നെ അവസാനമായി ആ ഷിപ്പും അതിന്റെ ഉടമസ്ഥനും ഭൂമിയിൽ നിന്നല്ല മറ്റേതോ ഒരു ഗ്രഹത്തിൽ നിന്നാണെന്നുള്ള നിഗമനത്തിലും ഞാൻ എത്തി. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെറി വൈറ്റിന് അത്ര വിശ്വസനീയമായി തോന്നിയില്ല. നോക്ക് ലൂയിസ്, ഇതൊന്നും പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ വല്ല സ്വപ്നവും കണ്ടതാവും. അപ്പൊ ആ ക്യാമ്പിൽ ജോലി ചെയ്തവരുടെ കാര്യവും അവരെന്റെ കഥയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നീ പറഞ്ഞ ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പെന്റഗൺ അംഗീകരിച്ച് തന്നിട്ടില്ല. ഈ പെന്റഗൺ എന്ന് പറയുന്നത് US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിനാണ്. അതായത് US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു ഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അവരതല്ല അതിന്റെ അപ്പുറവും പറയും, കാരണം അത് പെന്റഗൺ ആണ്. പെറി ബെസ്റ്റ് റിപ്പോർട്ടറിനുള്ള അവാർഡ് കിട്ടിയ ഞാനാണ് പറയുന്നത്. എങ്കിലും നീ അതുപോലെ പെരുമാറണം, അല്ലാതെ കുറെ ഇല്ലാ കഥകളുമായിട്ട് വരരുത്. എന്റെ ഈ കഥ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ അതോ ഞാൻ ഇവിടുന്ന് പോകണോ? നിനക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, നീ ഇപ്പൊ ഒരു കോൺട്രാക്റ്റിലാണ്. ഇത് കേട്ടിട്ട് ലൂയിസ് ആകെ നിരാശയായി. ഐ ആം സോറി ലൂയിസ്, നമ്മുടെ ഇടയിൽ ഏലിയൻസ് ഉണ്ടെന്നുള്ള കഥകളൊന്നും പ്രസിദ്ധീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ലൂയിസ് വീണ്ടും പെറി വൈറ്റിനെ ഒന്ന് നോക്കി. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ ലൂയിസ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സീൻ ചേഞ്ച് ആയി. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ബാറാണ്. എന്താ കൊച്ചു നീ ഓർഡർ ചെയ്ത ഡ്രിങ്ക്? അവിടെ ഒരു ചെറുപ്പക്കാരൻ മൊബൈലിൽ എന്തോ ടൈപ്പ് ചെയ്തിരിക്കുവാണ്. അവന്റെ അടുത്തായിട്ട് നമ്മുടെ ലൂയിസും ഇരിപ്പുണ്ട്. ഞാൻ ആ ആർട്ടിക്കിൾ നിനക്കങ്ങോട്ട് ഷെയർ ചെയ്യാം. എന്റെ എഡിറ്റർ ഇത് പബ്ലിഷ് ചെയ്യാൻ എടുത്തില്ല, പക്ഷെ നീ ഇത് ഓൺലൈൻ ലീക്ക് ആക്കണം. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളല്ലായിരുന്നോ പണ്ട് എൻ്റെ ചാനലിനെ ഫേക്ക് ന്യൂസ് മാത്രം ഇടുന്ന ചാനലാന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തത്? അക്കാര്യം അന്നും ഇന്ന് സത്യമാണ് മിസ്റ്റർ വുഡ്ബേൺ. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് ഒന്ന് ലീക്കായി കിട്ടണം. പക്ഷെ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം ഉണ്ട് വുഡ്ബേൺ, നീ ഒരു ഓൺലൈൻ ബ്ലോഗറാണ്, നിനക്ക് അത്യാവശ്യം റീച്ചും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് പുറത്തു വിട്ടാൽ അത് വലിയൊരു ക്യാമ്പയിൻ തന്നെ സൃഷ്ടിക്കും. എനിക്ക് എന്നെ രക്ഷിച്ച ആളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. ലൂയിസ് പറഞ്ഞതൊന്നും വുഡ്ബേൺ എന്ന് പറഞ്ഞ ആ ഒരു ഓൺലൈൻ ബ്ലോഗറായ ചെറുപ്പക്കാരനും അത്ര വിശ്വാസം വന്നില്ല. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ആർട്ടിക് റീജിയൻ ആണ്. അവിടെ ഒരു പോളാർ ബിയർ ചാടി കളിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ നേരത്തെ ആ ക്യാമ്പിൽ നിന്ന് പറന്നു പോയ ആ അതേ ഷിപ്പ് കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്ലാർക്ക് ആ സ്പേസ് ഷിപ്പുമായിട്ട് ആ ക്യാമ്പിൽ നിന്ന് പോയെന്ന്. അങ്ങനെ ഇപ്പൊ ക്ലാർക്ക് മിലിറ്ററിയുടെ കണ്ണെത്താത്തൊരു സ്ഥലത്ത് ആ സ്പേസ് ഷിപ്പ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആ ഒരു ഷിപ്പിലെ AI സിസ്റ്റം പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. Guiding presence authenticated. All systems operational. അവന്റെ പിന്നിലുണ്ടായിരുന്ന ആ സ്പേസ് ഷിപ്പിലെ സീറ്റ് മേലേക്ക് ഉയർന്നു. ആ സീറ്റ് മുഴുവനായി മേലേക്ക് ഉയർന്നപ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരാളെ നമ്മൾ കണ്ടു. അത് നമ്മുടെ ജോറലായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ് നശിക്കാൻ പോകുന്ന ക്രിപ്റ്റോൺ എന്ന ഗ്രഹത്തിൽ നിന്നും തന്റെ മകനായ കാൽ എല്ലിനെ ജോറൽ രക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ജനറൽ സോഡിനെ തടയാനായിട്ട് ജോറൽ തയ്യാറാവുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ജനറൽ സോഡിന്റെ ആ ഒരു ആക്രമണം ഒടുവിൽ ജോറലിനെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു. എങ്കിൽ പോലും ജോറൽ നിർമ്മിച്ച ആ ഒരു കമാൻഡ് കീയിൽ ജോറലിന്റെ എല്ലാ ഓർമ്മകളും സ്വഭാവ സവിശേഷതകളുമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാർക്ക് ആ കമാൻഡ് കീ മൊത്തത്തിൽ അമർത്തിയപ്പോഴാണ് ആ സ്പേസ് ഷിപ്പ് സത്യത്തിൽ ഓൺ ആയതും. അതുകൂടാതെ അപ്പം തന്നെയാണ് ജോറലിന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ മെമ്മറി അങ്ങോട്ട് വരുന്നത് നമ്മൾ കാണുന്നതും. എന്തായാലും ജോറൽ ക്ലാർക്കിന്റെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. വളർന്നു വലുതായ നിന്നെ ഇപ്പോൾ ആരൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളാരാ? ഞാൻ നിന്റെ പിതാവാണ് കാൽ. കുറഞ്ഞ പക്ഷം ഞാൻ നിന്റെ പിതാവിന്റെ ഒരു നിഴല് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ്. എന്റെ പേര് ജോറൽ എന്നാണ്. അപ്പൊ എന്റെ പേര് കാൽ എന്നാണോ? അതെ, കാൽ എന്നാണ് നിന്റെ പേര്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എവിടെ നിന്നാണ് ഞാൻ സത്യത്തിൽ വന്നത്? നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത്? നീ ക്രിപ്റ്റോണിലാണ് ജനിച്ചത്. പെട്ടെന്ന് തന്നെ ലിക്വിഡ് ജോമെട്രി എന്ന ടെക്നോളജി ഒരു 3D മോഡൽ അവർ പ്രസന്റ് ചെയ്തു. ക്രിപ്റ്റോൺ ഭൂമിയെക്കാളും വളരെ മോശം അന്തരീക്ഷമുള്ളൊരു ലോകമായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോകം വികസിച്ചു വരുന്ന കാലത്ത് നമ്മുടെ ലോകം ഒരുപാട് ഗ്രഹങ്ങൾ കയ്യേറി. അതുപോലെ കുടിയേറാൻ കഴിയുന്ന പല ഗ്രഹങ്ങളെയും കണ്ടുപിടിക്കാനായി വിട്ട ആയിരക്കണക്കിന് ഷിപ്പുകളിൽ ഒന്ന് മാത്രമാണിത്. മറ്റു ഗ്രഹങ്ങളിൽ നമ്മൾ ഔട്ട് പോസ്റ്റുകൾ അഥവാ കോളനികൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ഒരു ഭാഗമായി അതിനനുസരിച്ച് പരിസ്ഥിതി മാറ്റാൻ നമ്മൾ വേണ്ട യന്ത്രങ്ങൾ ഉപയോഗിച്ചു. ആയിരക്കണക്കിന് വർഷത്തോളം നമ്മുടെ ലോകം പ്രപഞ്ചത്തിൽ തിളങ്ങി നിന്നു. നമ്മുടെ ലോകം പല അത്ഭുതങ്ങളും സൃഷ്ടിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീടാണ് കൃത്രിമമായ ജനസംഖ്യാ നിയന്ത്രണം സ്ഥാപിച്ചത്. അതിനുശേഷം നമ്മൾ പഠനത്തിനും പര്യവേഷത്തിനുമായി കൈയടക്കിയ ഔട്ട് പോസ്റ്റുകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. പ്രകൃതി വിഭവങ്ങൾ ഓരോന്നായി കുറഞ്ഞു വന്നു. അങ്ങനെ നമ്മുടെ ഗ്രഹത്തിന്റെ കോറും നശിക്കാൻ തുടങ്ങി. തുടർന്ന് നമ്മുടെ മിലിറ്ററി ലീഡറായ ജനറൽ സോഡ് അധികാരം കൈയടക്കാൻ ശ്രമിച്ചു.
പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ ഒരുപാട് വൈകിപ്പോയിരുന്നു. ക്രിപ്റ്റോണിന്റെ നാശം മുന്നിൽ കണ്ട ഞാനും നിന്റെ അമ്മയും നിന്നെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് അയച്ചു. ഈ കഥകളെല്ലാം കേട്ടാൽ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ് ക്ലാർക്ക്. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് ക്ലാർക്കും ജോറലും കൂടി ആ ഷിപ്പിലുള്ള ഒരു മിനിയേച്ചർ ജെനസിസ് ചാമ്പറിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അത് ആ ഷിപ്പിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ ജെനസിസ് ചാമ്പറാണ്. ഇതൊരു ചെറിയ ജെനസിസ് ചാമ്പറാണ്. ക്രിപ്റ്റോണിലുള്ള എല്ലാവരും ഈ ഒരു ചെറിയ അറയിലാണ് ജനിച്ചു വീണത്. തൊഴിലാളിയും ശാസ്ത്രജ്ഞനും നേതാവും പോലുള്ള സമൂഹത്തിലെ പല സ്ഥാനങ്ങൾ, അതുപോലുള്ള സ്ഥാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ ജെനസിസ് ചാമ്പറിൽ മുന്നേ തന്നെ കുഞ്ഞുങ്ങളെ രൂപകൽപ്പന ചെയ്യും. ഈ ഒരു സംവിധാനം വന്നതിന് ശേഷം എനിക്കും നിന്റെ അമ്മയ്ക്കും ക്രിപ്റ്റോണിൽ എന്തോ ഒന്ന് നഷ്ടമായതുപോലെ തോന്നി. മനുഷ്യരെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് അവർക്ക് ജോലി നൽകുന്നത് ഞങ്ങൾക്ക് അന്യമായി തോന്നി. മനുഷ്യർ മുൻകൂട്ടി കൊടുക്കുന്ന ആ ഒരു ജോലിക്ക് പകരം ആ കുഞ്ഞിന് സ്വന്തമായി എന്തെങ്കിലും ആയിത്തീരണമെന്നൊരാഗ്രഹം ഉണ്ടായാലും, തനിക്ക് കിട്ടിയ ജോലിയേക്കാൾ വലുതായി എത്തിച്ചേരണമെന്ന് ആ കുഞ്ഞൊന്ന് ചിന്തിച്ചാലും, ആ ഒരു കാര്യത്തെ യാഥാർത്ഥ്യമാക്കി തീർത്തവനാണ് കാൽ നീ. ക്രിപ്റ്റോണിലെ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള സ്വാഭാവിക പിറവിയാണ് നീ. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ നിന്ന് രക്ഷിച്ചത്. പക്ഷെ അപ്പൊ നിങ്ങളാരും എന്താ എൻ്റെ കൂടെ വരാനത്? ഞങ്ങൾക്കതിന് കഴിഞ്ഞിരുന്നില്ല കാൽ. ഞങ്ങൾ നിന്നെ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അന്ന് നിൻ്റെ കൂടെ വരാൻ കഴിഞ്ഞില്ല. ഞാനും നിന്റെ അമ്മയും ജനറൽ സോഡിനെ പോലെ ഗ്രഹത്തിൽ വെറും പാഴ്വസ്തുക്കളായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണോ? നീ ഇപ്പൊ ക്രിപ്റ്റോണിന്റെ മാത്രമല്ല, ഭൂമിയുടെ മകനാണ്. 2 ലോകങ്ങളുടെ നന്മ ഉൾക്കൊള്ളാനും നന്മ പകരാനും നിനക്കേ കഴിയുള്ളൂ. ഞങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ നിന്നെ രക്ഷിച്ചത്. പെട്ടെന്ന് അവിടെ ഉള്ളൊരു അറ തുറന്ന് അതിൽ നിന്നൊരു സ്യൂട്ട് പുറത്തേക്ക് വന്നു. ഭൂമിയിലുള്ളവർ നമ്മളെക്കാളും വ്യത്യസ്തരാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും അവരും ചെയ്യാതിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീ വേണം അവർക്ക് വഴിയൊരുക്കാൻ, നീ വേണം അവർക്ക് പ്രതീക്ഷ നൽകാൻ. കുടുംബത്തിൻ്റെ ഈ ചിഹ്നം പ്രതീക്ഷയുടെ പ്രതീകമാണ്. നമ്മൾക്ക് അടിസ്ഥാനപരമായൊരു വിശ്വാസമുണ്ട്. എല്ലാ മനുഷ്യനും നന്മയുടെ ശക്തിയും പ്രതീകവും ആവാൻ കഴിയും. ആ പ്രതീക്ഷയാണ് നിനക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. ക്ലാർക്ക് ആ സ്യൂട്ടിലേക്ക് നോക്കാൻ തുടങ്ങി. ശേഷം നമ്മൾ കാണുന്നത് തൻ്റെ പുതിയ സ്യൂട്ട് ഇട്ട് വന്നിരിക്കുന്ന ക്ലാർക്കിനെയാണ്. അവൻ്റെ പുതിയ സ്യൂട്ടിലുള്ള ചുമന്ന കളറിലെ കേപ്പ് ആ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. അവനൊരു വലിയ മലയുടെ മേലെ വന്ന് നിന്നു. അവൻ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ക്രിപ്റ്റോണിലുള്ള നക്ഷത്രത്തെക്കാളും ചെറുപ്പമായ ഭൂമിയിലെ സൂര്യൻ അവൻ്റെ കോശങ്ങൾക്ക് ഊർജം കൊടുത്തു. അങ്ങനെ ഭൂമിയിൽ അവൻ അളക്കാൻ കഴിയാത്തത്ര ശക്തി വന്നു. ആ ശക്തികളൊക്കെ അളക്കണമെങ്കിൽ അവൻ്റെ അതിരുകൾ അവൻ തന്നെ മുറിച്ചു കടക്കണം. അവൻ പതുക്കെ ആകാശത്തേക്കൊന്ന് നോക്കി. ക്ലാർക്ക് അവിടുന്ന് വലിയ ചാട്ടങ്ങൾ ചാടി മുന്നോട്ട് കുതിച്ചു. അങ്ങനെ അവൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും അന്തരീക്ഷത്തിലോട്ട് പറക്കാൻ തുടങ്ങി. അന്തരീക്ഷത്തിലെ സമ്മർദ്ദം അവന്റെ ബാലൻസ് കളഞ്ഞെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്ലാർക്ക് പറക്കാൻ തുടങ്ങി. അവൻ സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവന് മുന്നേ തന്നെ ഒരുപാട് അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ പറക്കുന്നത് അവനൊരു പുതിയ അനുഭവമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ കൺട്രോൾ തെറ്റി. ആ സമ്മർദ്ദം കാരണം അവൻ താഴേക്ക് ചെന്നൊരു മലയിൽ ഇടിച്ചു. പക്ഷെ ക്ലാർക്ക് അവിടുന്ന് വീണ്ടും എഴുന്നേറ്റു. തനിക്ക് മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന് തന്റെ പിതാവ് പറഞ്ഞ കാര്യം ക്ലാർക്ക് ഒന്ന് ഓർത്തു. സൂര്യന്റെ വെളിച്ചം അവന്റെ മുഖത്തേക്ക് അടിച്ചു. അവൻ തന്റെ കൈ ചുരുട്ടി നിലത്തേക്ക് ഉറപ്പിച്ചു. ആ ഒരു സ്ഥലമെല്ലാം കുലുങ്ങി വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ ചുറ്റും പൊടിപടലങ്ങൾ കൂടാൻ തുടങ്ങി. അവൻ ആകാശത്തേക്ക് വീണ്ടും പറന്നുയർന്നു. അവൻ ഒരുപാട് ദൂരം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ അവൻ ഭൂമിക്ക് വെളിയിലും പോയി. അപ്പോൾ ഇങ്ങനെയാണ് മാൻ ഓഫ് സ്റ്റീലിന്റെ പാർട്ട് 3 ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായ കാരണം 2 ആഴ്ചത്തേക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്കിത് പറയാനുള്ളൂ. പാർട്ട് 3 ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് യു ആർ വാച്ചിങ് ദ ബ്രേക്ക് ഡൗൺ ലാബ്.